പലരും ഇന്ന് സിവിൽ സ്കോർ കൂട്ടാൻ വേണ്ടി മാത്രമായിട്ട് EMIs എടുക്കുന്നുണ്ട്. അത് ശരിയായ തീരുമാനമാണോ? അല്ല, എനിക്ക് തോന്നുന്നില്ല. ഒരു കടം വാങ്ങണമെങ്കിൽ നിങ്ങൾക്ക് നല്ല സിബിൽ സ്കോർ വേണം എന്നുള്ളത് ശരിയാണ്, നല്ല ടേംസ് കിട്ടും എന്നുള്ളത് ശരിയാണ്. പക്ഷെ അതിനുവേണ്ടി കടം വാങ്ങുന്നതിൽ വലിയ കാര്യമൊന്നും എനിക്ക് തോന്നുന്നില്ല. ഞാൻ സ്വയം ചെയ്തതും വർക്ക് ചെയ്തതുമായിട്ടുള്ളൊരു കാര്യം പറയണം, വളരെ സൂക്ഷിച്ച് ചെയ്യണം. എങ്കിലും ഞാൻ പറയണം, ക്രെഡിറ്റ് കാർഡ്. ഓക്കെ, ഈ ക്രെഡിറ്റ് കാർഡിൽ നിങ്ങൾക്ക് ഒരു ചെറിയൊരു ലിമിറ്റ് ആണെങ്കിലും ചെറുതായിട്ട് യൂസ് ചെയ്ത് കറക്റ്റ് അടച്ചു പോവാം. നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ് നിങ്ങളത് യൂസ് ചെയ്യുന്നത്, അല്ലാതെ അനാവശ്യങ്ങൾക്ക് യൂസ് ചെയ്യാൻ പാടില്ല, അതല്ല ഉദ്ദേശിച്ചത്. പക്ഷെ നിങ്ങൾക്കൊരു ക്രെഡിറ്റ് ലിമിറ്റ് എന്താണോ കിട്ടുന്നത് അതിൻ്റെ ഒരു 1/3 അതിൽ താഴെ നിങ്ങൾ എല്ലാ മാസവും കറക്റ്റായിട്ട് അത് യൂസ് ചെയ്ത് പോവാം. എന്നിട്ട് ഓട്ടോ ഡെബിറ്റ് സെറ്റ് ചെയ്തിട്ട് ബാങ്കിൽ നിന്ന് കറക്റ്റായിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ സിബിൽ സ്കോർ താഴെ കൂടി വന്നോളൂ. നിങ്ങൾ ക്രെഡിറ്റ് കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ പ്രശ്നമാണ്, അത് ചെയ്യരുത്. കുറവ് ക്രെഡിറ്റ് യൂസ് ചെയ്യും വേണം, കറക്റ്റായിട്ട് അടയ്ക്കും വേണം. ഇത് രണ്ടും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സിബിൽ സ്കോർ കൂട്ടാം. പണ്ടൊക്കെ അമേരിക്കയിലൊക്കെ പറയുന്നത്, ഇവിടെ ഈ ക്രെഡിറ്റ് സിസ്റ്റം ഒക്കെ വരുന്നതിന് മുമ്പ് അവിടെ പറയുന്നത്